നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ബാക്കിയുള്ള നിർമ്മാണ പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. മുമ്പ് നൽകിയ നിർദ്ദേശങ്ങളിൽ പൂർത്തീകരിക്കാൻ ബാക്കിയുള്ള പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തിയാക്കി പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നിലവിലെ അവസ്ഥ വിലയിരുത്തുന്നതിനും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനുമായി നാറ്റ്പാക്ക്, പൊതുമരാമത്ത് വകുപ്പ്, NH എഞ്ചിനീയറിംഗ് വിഭാഗം, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് എന്നീ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഒരു സംഘത്തെ കളക്ടർ ചുമതലപ്പെടുത്തി. ഈ സംഘത്തിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും കളക്ടർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുക. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കളക്ടറുടെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളിൽ പരിഹരിക്കാൻ ബാക്കിയുള്ളവയിൽ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ NHAയോട് ആവശ്യപ്പെട്ടിരുന്നു. സർവീസ് റോഡുകളിൽ നിന്ന് പ്രധാന പാതയിലേക്കുള്ള പ്രവേശന ഭാഗങ്ങളിലെ വീതി കുറവ്, അപര്യാപ്തമായ ഓട സംവിധാനങ്ങൾ, സർവീസ് റോഡുകളിലെ കുഴികൾ അടയ്ക്കുന്നതിലെ അപാകത, നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിലും അപകടകരമായ കുഴികളുള്ള ഭാഗങ്ങളിലും ആവശ്യമായ സുരക്ഷാ ബാരിക്കേഡുകളുടെ അഭാവം എന്നിവ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിശോധിക്കും. കളക്ടർ രൂപീകരിച്ച സംഘം ഈ വിഷയങ്ങളിൽ വിശദമായ പരിശോധന നടത്തി ഇന്റർറിം ട്രാഫിക് മാനേജ്മെന്റ് കമ്മിറ്റിക്ക് റിപ്പോർട്ട് നൽകും. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. കമ്മിറ്റി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ അടിപ്പാത നിർമ്മാണത്തിൽ നേരിടുന്ന കാലതാമസത്തെക്കുറിച്ച് പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. ചേർപ്പിലെ കലുങ്ക് സംവാദ വിവാദത്തിൽ വിശദീകരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നിവേദനം നിരസിച്ചതിൽ സംഭവിച്ചത് കൈപ്പിഴയെന്നാണ് സുരേഷ് ഗോപിയുടെ വിശദീകരണം. കൈപ്പിഴകൾ ഉയർത്തിക്കാട്ടി കലുങ്ക് വികസന സംവാദത്തിന്റെ പൊലിമ കുറയ്ക്കാൻ ശ്രമിക്കുന്നുവെന്നും സുരേഷ് ഗോപി ആരോപിച്ചു. MP സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ ശ്രമങ്ങൾ എല്ലായ്പ്പോഴും സിസ്റ്റത്തിനുള്ളിൽ പ്രവർത്തിച്ച ജനങ്ങൾക്ക് യഥാർത്ഥ നേട്ടങ്ങൾ എത്തിക്കാനാണ് ശ്രമം. അപേക്ഷ നിരസിച്ചുവെന്ന സംഭവത്തിലൂടെ CPM ആ കുടുംബത്തെ സമീപിച്ച് വീട് വാഗ്ദാനം ചെയ്തത് സന്തോഷമുള്ള കാര്യമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കൊച്ചു വേലായുധന്മാരെ ഇനിയും കാണിച്ചു തരാം, വേലായുധൻ ചേട്ടന്മാരെ ഇനിയും അങ്ങോട്ടയക്കും, പാർട്ടി വഴി നടപടിയെടുപ്പിക്കും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വീടില്ലാത്തവരുടെ പട്ടിക പുറത്തുവിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സുരേഷ് ഗോപി അപേക്ഷ നിരസിച്ച കൊച്ചുവേലായുധന് വീട് നൽകുമെന്ന് CPM വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ചേർപ്പ് പുള്ളിൽ നടത്തിയ കലുങ്ക് സംവാദത്തിനിടെ പ്രദേശവാസിയായ കൊച്ചുവേലായുധൻ എന്ന വയോധികനാണ് അപേക്ഷയുമായി എത്തിയത്. കൊച്ചുവേലായുധന്റെ അപേക്ഷ സുരേഷ് ഗോപി നിരസിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. സംഭവം സുരേഷ് ഗോപിക്കെതിരെ CPM രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരുന്നു. ആളൂരിൽ മുക്കുപണ്ടം പണയം വെച്ച് 1.25 ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി റിമാൻഡിൽ. പുത്തൻചിറ പൊരുമ്പുകുന്ന് സ്വദേശി മാക്കാട്ടിൽ വീട്ടിൽ 49 വയസ്സുള്ള സൈജു ആണ് അറസ്റ്റിലായത്. താഴേക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ കുണ്ടൂർ ശാഖയിൽ 2024 ജനുവരി 24-ന് ഇയാൾ മുക്കുപണ്ടം പണയം വെച്ച് 1,71,295 രൂപ വാങ്ങിയിരുന്നു. ബാങ്കിൽ പണയം വെക്കുന്ന സ്വർണം 3 മാസം കൂടുമ്പോൾ ഗോൾഡ് റെപ്രസറെ കൊണ്ട് പരിശോധിപ്പിക്കാറുണ്ട്. അത്തരത്തിൽ പരിശോധിച്ചപ്പോഴാണ് സൈജു പണയം വെച്ചത് മുക്കുപണ്ടങ്ങളാണെന്ന് തെളിഞ്ഞത്. തുടർന്നാണ് ബാങ്ക് സെക്രട്ടറി പരാതി നൽകിയത്. സംഭവത്തെ തുടർന്ന് ഒളിവിൽ പോയ സൈജു ഇയാളുടെ വീട്ടിലെത്തിയിട്ടുണ്ടെന്നുള്ള രഹസ്യ വിവരം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ചത് പ്രകാരമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ആളൂർ പോലീസ് സ്റ്റേഷൻ SHOB ഷാജിമോൻ, SI KP ജോർജ്, GASI മിനിമോൾ, CPOമാരായ അരുൺ, ഹരികൃഷ്ണൻ, നിഖിൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിൽ സീഡ് ക്ലബ്ബ് ഗ്രീൻ വേവ്സിന്റെ ആഭിമുഖ്യത്തിൽ ഓസോൺ ദിനം ആചരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുൻ പ്രസിഡന്റ് പ്രൊഫസർ KR ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിന്റെ പ്രധാന അധ്യാപിക KP ബിന്ദു, VHSE വിഭാഗം പ്രധാന അധ്യാപിക K അനിത, സീഡ് ക്ലബ്ബ് കോർഡിനേറ്റർ TT സുനില എന്നിവർ പ്രസംഗിച്ചു. കല്ലൂർ മുട്ടിത്തടിയിൽ വീട്ടുപറമ്പിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി. പൂന്തുരുത്തി ദിവാകരന്റെ പറമ്പിൽ നിന്നാണ് ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെ മലമ്പാമ്പിനെ കണ്ടെത്തിയത്. വനപാലകരെത്തിയാണ് പാമ്പിനെ പിടികൂടിയത്.
തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് യൂണിഫോമും സഹായ ഉപകരണങ്ങളും വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് അംഗങ്ങളായ പോൾസൺ തെക്കുംപീടിക, മിനി ഡെന്നി പനോക്കാരൻ, പഞ്ചായത്ത് സെക്രട്ടറി പ്രതീഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ, HI ഷെജി, PEOമാരായ ദീപക്, നിഷ എന്നിവർ പങ്കെടുത്തു. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 10,240 രൂപയും പവന് 81,920 രൂപയും രേഖപ്പെടുത്തി. കാവല്ലൂർ കൊല്ലേരി അനിൽകുമാറിന്റെയും ശ്രീകലയുടെയും മകൻ ദേവജിത്ത് അന്തരിച്ചു. 10 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് 2:30 പാറമേക്കാവ് ശാന്തിക്കട്ടിൽ. സഹോദരൻ ധനഞ്ജയ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.